നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. കന്നിരാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസം ജ്യോതിഷപരമായി വളരെ നിർണായകമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ രാശിമാറ്റവും അവയുടെ ശുഭാശുഭ സ്ഥാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ബുധൻ സൂര്യനോടും കേതുവിനോടും ഒന്നിച്ച് 12ാം ഭാവത്തിൽ നിൽക്കുന്നു. ശുക്രൻ ജന്മരാശിയിൽ നിന്നും സെപ്റ്റംബർ 3-ന് സ്വന്തം രാശിയായ തുലാവത്തിലേക്ക് മാറുന്നു. ശനി 7ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനത്ത് തുടരുന്നു. വ്യാഴം 11ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ നിന്നുകൊണ്ട് 5ാം ഭാവത്തെയും 7ാം ഭാവത്തെയും വീക്ഷിക്കുന്നു. ചൊവ്വ 10ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 5ാം ഭാവത്തെ നോക്കുന്നു. രാഹു 6ാം ഭാവത്തിൽ തുടരുന്നു. കന്നിരാശിക്കാരുടെ അധിപനായ ബുധൻ പ്രതികൂല സ്ഥാനമായ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി പൊതുവെ കുറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടുള്ള ജലദോഷം, ചുമ, കഫക്കെട്ട് എന്നിവ പെട്ടെന്ന് പിടിപെടാം. കൂടാതെ അലർജി, ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങളോ ഇൻഫെക്ഷനുകളോ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. യാത്രകൾ ചെയ്യുമ്പോൾ കഴിക്കുന്ന വെള്ളത്തിലും ഭക്ഷണത്തിലും പ്രത്യേകം ശുചിത്വം പാലിക്കുക. പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ, ജങ്ക് ഫുഡുകൾ എന്നിവ പരമാവധി ഒഴിവാക്കുക. സെപ്റ്റംബർ 7-ന് ബുധൻ സ്വന്തം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ പുരോഗതി പ്രകടമാകും. മാസത്തിന്റെ തുടക്കത്തിൽ നേരിട്ട ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും ഇൻഫെക്ഷനുകളിൽ നിന്നും വേഗത്തിൽ ആശ്വാസം ലഭിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും മനസ്സിനും ശരീരത്തിനും പുതിയ ഉണർവും ഉത്സാഹവും അനുഭവപ്പെടുകയും ചെയ്യും. വ്യാഴത്തിന്റെയും ശനിയുടെയും അനുകൂല സ്വാധീനം കാരണം വിദ്യാർത്ഥികളിൽ കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവും പുതിയ അറിവുകൾ സമ്പാദിക്കാനുള്ള താല്പര്യവും വളരും. ഏത് കാര്യവും ആഴത്തിൽ ചിന്തിച്ച് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള പക്വതയും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഉറച്ച ആത്മവിശ്വാസവും ഈ സമയത്ത് മനസ്സിന് ലഭിക്കും. സ്കൂൾ, കോളേജ് അഡ്മിഷനുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അലട്ടിയിരുന്ന കാലതാമസങ്ങളും തടസ്സങ്ങളും പൂർണ്ണമായും മാറി കാര്യങ്ങൾ അനുകൂലമായി നടപ്പിലാകും. ആഗ്രഹിച്ച കോഴ്സുകളിലേക്കോ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കോ പ്രവേശനം നേടാൻ സാധിക്കാതെ വിഷമിച്ചിരുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കും. ബുദ്ധിയുടെ കാരകനായ ബുധൻ അനുകൂല സ്ഥാനത്തെത്തുന്നതോടെ പഠനത്തിലുള്ള ശ്രദ്ധയും ഏകാഗ്രതയും ഗണ്യമായി വർദ്ധിക്കും. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർത്തെടുക്കാനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കും. പഠനത്തിൽ മുൻപുണ്ടായിരുന്ന മടിയും ആലസ്യവും മാറി നല്ല ഉണർവ് അനുഭവപ്പെടും. ദാമ്പത്യഭാവമായ 7ാം ഭാവത്തിൽ ശനി സ്ഥിതി ചെയ്യുന്നതിനാൽ നിങ്ങളുടെ ജീവിത പങ്കാളി അല്പം ശാഠ്യക്കാരനായോ സ്വന്തം നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ മടിക്കുന്ന സ്വഭാവക്കാരനായോ കാണപ്പെടാം. പങ്കാളി അവരുടേതായ കാര്യങ്ങൾക്ക് കൂടുതൽ മുൻഗണന നൽകാനും സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹിക്കും. നിങ്ങളുടെ ചില പ്രതീക്ഷകൾക്കൊപ്പം പങ്കാളി കൃത്യസമയത്ത് എത്തിച്ചേരണമെന്നില്ല. വലിയ വാക്കുതർക്കങ്ങൾ ഒഴിവാക്കാൻ പങ്കാളിയുടെ ഇത്തരം പ്രത്യേകതകളെ മുൻകൂട്ടി കണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് നന്നായിരിക്കും. 7ാം ഭാവാധിപനായ വ്യാഴം വളരെ അനുകൂലമായ ഭാവത്തിൽ നിന്നുകൊണ്ട് 7ാം ഭാവത്തിലേക്ക് ശുഭദൃഷ്ടി ചൊരിയുന്നുണ്ട്. ഈ വ്യാഴസ്വാധീനം വലിയ വഴക്കുകളോ അസ്വാരസ്യങ്ങളോ ഇല്ലാതെ കുടുംബത്തിൽ സമാധാനവും ഭദ്രതയും നിലനിർത്താൻ സഹായിക്കും. ചെറിയ തർക്കങ്ങൾ ഉണ്ടായാലും അത് പരസ്പര സ്നേഹത്തെ ബാധിക്കാതെ വേഗത്തിൽ ഒത്തുതീർപ്പാകും. വ്യാഴത്തിന്റെ മികച്ച സ്വാധീനം കാരണം നിങ്ങളുടെ പങ്കാളിയുടെ തൊഴിൽ മേഖലയിലോ ബിസിനസ്സിലോ നല്ല നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാകും. പങ്കാളി പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ വിജയം കൈവരിക്കാനും അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും ഈ സമയം അനുകൂലമാണ്. സെപ്റ്റംബർ 3-ഓടെ ഭാഗ്യാധിപനായ ശുക്രൻ സ്വന്തം രാശിയായ തുലാവത്തിലേക്ക്, അതായത് നിങ്ങളുടെ ധനസ്ഥാനമായ 2ാം ഭാവത്തിലേക്ക് മാറുന്നത് വലിയ ഭാഗ്യാനുഭവങ്ങൾക്കും ധനലാഭത്തിനും വഴി തുറക്കും. സ്വർണം, ഭൂമി, വസ്തുവകകൾ എന്നിവ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുകൂലമായ സമയമാണ്. കൂടാതെ ഷെയർ മാർക്കറ്റ്, ട്രേഡിംഗ്, പുതിയ സംരംഭങ്ങൾ എന്നിവയിൽ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്
മികച്ച വരുമാനവും ലാഭവും നേടിയെടുക്കാൻ സാധിക്കും. സെപ്റ്റംബർ 7 ശേഷം രാശ്യാധിപനായ ബുധൻ ലഗ്നത്തിൽ ഉച്ചസ്ഥിതിയിലെത്തുന്നതോടെ നിങ്ങളുടെ സംസാരശേഷിയും കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവും വളരെ മികച്ചതാകും. മാർക്കറ്റിംഗ്, പബ്ലിക് ഡീലിംഗ്, ടീച്ചിങ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്യുജ്വലമായ വിജയവും അംഗീകാരങ്ങളും ലഭിക്കും. തൊഴിലിടങ്ങളിൽ നിങ്ങളെ അലട്ടിയിരുന്ന അനാവശ്യ ഓഫീസ് പൊളിറ്റിക്സ്, ജോലിഭാരം, ടാർഗറ്റ് തികക്കാനുള്ള മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവ പൂർണ്ണമായും മാറി സമാധാനപരമായി ജോലി ചെയ്യാൻ സാധിക്കും. ജോലിയില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും. ബിസിനസ് ചെയ്യുന്നവർക്ക് സെപ്റ്റംബർ 7 ശേഷമുള്ള സമയം വ്യാപാരം വിപുലീകരിക്കാൻ വളരെ അനുയോജ്യമാണ്. പുതിയ പ്രൊജക്റ്റുകൾ, കരാറുകൾ, വിശ്വസ്തരായ പുതിയ ക്ലയന്റുകൾ എന്നിവരെ ആകർഷിക്കാൻ സാധിക്കും. മുൻപ് മുടങ്ങിക്കിടന്ന ബിസിനസ് ഇടപാടുകൾ വീണ്ടും സജീവമാവുകയും സാമ്പത്തികമായി മികച്ച വളർച്ച കൈവരിക്കുകയും ചെയ്യും. ദിവസവും രാവിലെ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ബുദ്ധിവികാസത്തിനും ഏകാഗ്രതയ്ക്കും വളരെ നല്ലതാണ്. വിഷ്ണു സഹസ്രനാമ പാരായണം നിത്യവും കേൾക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യവും പോസിറ്റീവ് ഊർജവും നിറക്കാനും തടസ്സങ്ങൾ നീങ്ങി ഭാഗ്യവർദ്ധനമുണ്ടാക്കാനും സഹായിക്കും. ശനിദോഷങ്ങൾ കുറയ്ക്കാനും ഭയം, അലസത, ശത്രുദോഷങ്ങൾ എന്നിവ അകറ്റി ആത്മവിശ്വാസവും സംരക്ഷണവും ലഭിക്കാനും ദിവസവും ഹനുമാനെ ഭജിക്കുന്നത് ഉത്തമമാണ്. മാനസിക പിരിമുറുക്കങ്ങൾ അകറ്റാനും മനസ്സിന് ഏകാഗ്രതയും സ്ഥിരതയും ലഭിക്കാനും ദിവസവും കുളിച്ച് ശുദ്ധിയായി 108 തവണ ഓം നമഃശിവായ ജപിക്കുക. കന്നിരാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.